ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മനസ് ഹോം ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെയാണ്. അടുക്കളയിൽ പാചകം ചെയ്യണം, വീടൊന്ന് വൃത്തിയാക്കണം, പിന്നെ വീട്ടിലുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഇന്നൊരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. നമ്മളിൽ എത്ര പേർക്ക് മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാണ് എന്ന് തോന്നിയിട്ടില്ല? ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഓരോ വ്ളോഗുകളും, ഞാനും എൻ്റെ കൊച്ചു കൊച്ചു ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇടാറുണ്ട്. അത് കാരണം ഞാൻ എന്നെയും വിട്ട് മാറ്റി നിർത്തുന്നില്ല. എൻ്റെ വീഡിയോസ് ഉൾപ്പെടെ കാണുന്ന ഈ ഓരോ വീഡിയോസിലും മനോഹരമായ വീടുകൾ, യാത്രകൾ, പുതിയ വസ്ത്രങ്ങൾ, ആഘോഷങ്ങൾ, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ മുഖങ്ങൾ, അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ സാധാരണയായത്? എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും ഇല്ലാത്തത്? സത്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരാളുടെ ജീവിതത്തിലെ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. അവരുടെ മുഴുവൻ ജീവിതമല്ല. അവർക്കും ഉറങ്ങാതെ കഴിഞ്ഞ എത്രയോ രാത്രികൾ ഉണ്ടായിരിക്കാം. അവരും കണ്ണുനീര് ഒളിപ്പിച്ച എത്രയോ ദിവസങ്ങളുണ്ടായിരിക്കാം. അവർക്കും പറയാൻ കഴിയാത്ത വിഷമങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ആരും ക്യാമറയിൽ കാണിക്കാറില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു 5-10 മിനിറ്റിന് നമ്മുടെ ജീവിതത്തിലെ 24 മണിക്കൂറുമായി താരതമ്യം ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ജീവിതം നമ്മൾ കരുതുന്നത് പോലെ വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടല്ല മനോഹരമാക്കുന്നത്. ഇപ്പോൾ രാവിലെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒരേ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും ചായയുടെ മണം നിറയുന്നത്, കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറാകുന്നത്, വീട്ടിൽ ആരെങ്കിലും ഇന്നത്തെ ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ ആയിരിക്കാം. ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ അധികം വരണമെന്നില്ല. പക്ഷെ ചെറിയ സന്തോഷങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ചുറ്റുമുണ്ട്. അവ കാണാൻ മാത്രം നമ്മൾ പഠിക്കണം. ഒരു മഴ പെയ്യുമ്പോൾ ചൂട് ചായ കുടിക്കുന്ന ഒരു സന്തോഷമില്ലേ? അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സമയം, അമ്മയുടെ കൈപ്പുണ്യമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോൾ, ഇതിൻ്റെയൊക്കെ വില പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം ഇവ പണത്തിന് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ പോലും നമ്മൾ കാണാതെ പോവുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു ചെറിയൊരു കാര്യം പരീക്ഷിക്കാമോ? ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് നടന്ന നല്ല ഒരു 3 നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുക. വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും മതി, കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലാകും, സന്തോഷം നമ്മളെ തേടി വരേണ്ട കാര്യമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്, കാണാൻ നമ്മൾ മറന്നുപോയതായിരുന്നുവെന്ന്. പിന്നെ നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു നല്ല വീട് വേണം, മക്കൾ നല്ല നിലയിലെത്തണം, സാമ്പത്തികമായി കുറച്ചുകൂടി സുരക്ഷിതരാകണം, നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങൾ പൂവണിയണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല. പക്ഷെ പലപ്പോഴും ഒരു തെറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊന്ന് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, ആ വീട് കിട്ടിയാൽ നന്നായിരിക്കും, ആ ജോലി കിട്ടിയാൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചുകൂടി പണം വന്നാലോ? ഇങ്ങനെ സന്തോഷത്തെ നമ്മൾ എപ്പോഴും നാളത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. പക്ഷേ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസത്തിലും ഓരോ മിനിറ്റിലും സന്തോഷം ഒളിഞ്ഞിരിക്കുന്നു. രാവിലെ ആ പ്രഭാത സൂര്യൻ്റെ പ്രകാശം ജനലിലൂടെ വീട്ടിലേക്ക് വരുന്നത്, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴുള്ള ആ മസാലയുടെ ഒരു സുഗന്ധം, വീട്ടിലെ ചെറിയ ചെടികളിലെ പുതിയ പുതിയ ഇലകൾ വിരിയുന്നത്, ഇതൊക്കെ ജീവിതം നമുക്ക് ദിവസവും തരുന്ന ചെറിയ സമ്മാനങ്ങളാണ്. പലപ്പോഴും നമ്മൾ വലിയ അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ ദൈവം ദിവസവും തരുന്ന ഈ ചെറിയ അനുഗ്രഹങ്ങൾ കാണാതെ പോവുകയാണ്.
എൻ്റെ ചേട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് പണമല്ല, മനസ്സമാധാനമാണ്. ആ വാക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം എത്ര സമ്പത്തുണ്ടായാലും മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ഒന്നിനും ഒരു രുചിയുമില്ല. അതേസമയം ഒരു സാധാരണ വീട്ടിൽ സ്നേഹവും പരസ്പര ബഹുമാനവും ഉണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ സമ്പത്ത്. നമ്മുടെ വീട്ടിലെല്ലാം തികഞ്ഞ് ഇരിക്കണമെന്ന് ഇല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ക്ഷീണം ഉണ്ടാകും, ചിലപ്പോൾ ജോലികൾ തീരില്ല, ചിലപ്പോൾ മനസ്സങ്ങ് മടുത്തു പോവും. എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനിടയിലും ഒരു ചെറിയ പുഞ്ചിരി പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കാൻ കഴിഞ്ഞാൽ, പരസ്പരം സുഖമാണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞാൽ, അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. നമുക്കിന്നൊരു ചെറിയ ശീലം തുടങ്ങാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇന്നെനിക്ക് ഇല്ലാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്നെനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം. അപ്പോൾ ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറി തുടങ്ങും. സന്തോഷം പുറത്തല്ല, നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ വീട്ടിലെ ഈ സാധാരണ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിഷമിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം. പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി മാറുന്നത്. നമ്മൾ വളരുംതോറും ഒരു കാര്യം മനസ്സിലാകും, ജീവിതം പരിപൂർണ്ണമാകണമെന്നില്ല, പക്ഷേ മനസ്സ് നന്ദിയുള്ളതായാൽ ജീവിതം മനോഹരമാകും. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, വീട്ടുജോലികൾ ഒരിക്കലും തീരുന്നില്ല. പാചകം കഴിഞ്ഞാൽ പാത്രങ്ങളായി, പാത്രങ്ങൾ കഴിഞ്ഞാൽ വൃത്തിയാക്കൽ, പിന്നെ അത് കഴിഞ്ഞാൽ മറ്റൊരു ജോലി, അങ്ങനെ ജോലി 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 പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ഈ ജോലികളൊന്നും ചെയ്യാൻ ആളില്ലാത്ത ഒരു നിശബ്ദ വീടായി മാറുകയാണെങ്കിൽ അപ്പോഴായിരിക്കും ഇന്നത്തെ ഈ തിരക്കുകളുടെ വില നമ്മൾ തിരിച്ചറിയുക, അല്ലേ? അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ ജോലിയെയും ഒരു ഭാരമായി കാണാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിട്ട് തന്നെ നമുക്ക് കാണാൻ ശ്രമിക്കാം. കാരണം ഇന്ന് നമ്മൾ സാധാരണയായി ജീവിക്കുന്ന ഈ ജീവിതം നാളെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ സാധ്യതയുള്ള ജീവിതമായിരിക്കും തീർച്ചയായും. ഇത്ര നേരം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ചെറിയ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ജീവിതം ഒരിക്കലും എല്ലാവർക്കും ഒരുപോലെ ആകില്ല. ചിലർക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും, മറ്റു ചിലർക്ക് ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ ദിവസമായിരിക്കും. ചിലരുടെ വീട്ടിൽ ഇന്ന് ചിരി നിറഞ്ഞിരിക്കാം, മറ്റൊരിടത്ത് ആരുടെയോ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആരെയും അവരുടെ പുറം കാഴ്ച കൊണ്ട് വിലയിരുത്തരുത് എന്ന് പറയുന്നത്. നമ്മളെക്കാൾ കൂടുതലുള്ളവരെ നോക്കിയാൽ നമുക്കൊരിക്കലും തൃപ്തരാകാൻ പറ്റില്ല. പക്ഷേ നമ്മളെക്കാൾ കുറവുള്ളവരുടെ ജീവിതം കണ്ടാൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാകും. ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. അവസാനമായി നിങ്ങൾ മനസ്സ് നിറഞ്ഞ് സൂര്യ ഉദയം അല്ലെങ്കിൽ സൂര്യാസ്തമയം കണ്ടത് എപ്പോഴാണ്? മഴ പെയ്യുമ്പോൾ ശാന്തമായിരുന്ന് അത് ആസ്വദിച്ചത് എപ്പോഴാണ്? വീട്ടിലെ എല്ലാവരോടും ഫോണും ടെലിവിഷനും ഒക്കെ മാറ്റിവെച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചത് എപ്പോഴാണ്? ഇവയെല്ലാം സൗജന്യമായി ലഭിക്കുന്ന സന്തോഷങ്ങളാണ്. പക്ഷേ ഏറ്റവും വിലയുള്ളവയും ഇവ തന്നെയാണ്. ജീവിതം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള ദിവസം നാളെ നമുക്ക് തിരികെ കിട്ടില്ല. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആളുകൾ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുമില്ല. അതിനാൽ നമ്മളെ സ്നേഹിക്കുന്നവരോട് സ്നേഹം പറയാൻ മടിക്കരുത്, നന്ദി പറയാൻ മടിക്കരുത്, ക്ഷമിക്കണം, അതായത് ക്ഷമ എന്ന് പറയാനും ക്ഷമ ചോദിക്കാനും മടിക്കരുത്. കാരണം ജീവിതം വളരെ ചെറുതാണ്. ഇന്ന് നമ്മൾ സാധാരണ ദിവസം എന്ന് കരുതുന്ന ഓരോ നിമിഷങ്ങളും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മറ്റാരുമായും താരതമ്യം ചെയ്യാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദിവസത്തിനും നന്ദിയോടെ ജീവിക്കാം. ചെറിയ സന്തോഷങ്ങളെ ആഘോഷിക്കാം. കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ സൂക്ഷിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വിലമതിക്കുന്ന ചെറിയ സന്തോഷം എന്താണ്? അതും കൂടെ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്കത് വായിക്കാനും വളരെ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായതിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. വീണ്ടും മറ്റൊരു മനോഹരമായ ദിവസത്തിലും ഒരു പുതിയൊരു ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ മനസ് ഹോം ഡയറീസ്.